ആറാട്ടണ്ണൻ ഇങ്ങനെയൊക്കെ തുറന്നു പറയുമ്പോൾ ഒരുപാട് ഭീഷണികളൊക്കെ നേരിടാറുണ്ടോ? ഇപ്പോഴും ഭീഷണിയൊക്കെ നേരിടുന്നുണ്ടോ? അത് ഒരുപാടുണ്ട്. വധഭീഷണി നേരിട്ടിട്ടുണ്ടോ? ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് എന്താ പറഞ്ഞപ്പോ എമ്പുരാൻ ഞാൻ പടം നേരത്തെ പറഞ്ഞു ഒരു ആവറേജ് ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുകയാണ് ഇവര്. അതിന് അവര് മീഡിയ വനിതാ തിയേറ്ററിൽ വന്ന് അടിക്കുകയും സമാധിയാക്കും എന്നൊക്കെ പറഞ്ഞാണ് അവര്. ആ പടം എനിക്ക് പല കാര്യം പടം ഇറങ്ങും മുമ്പ് ഇപ്പൊ മലയക്കോട്ട് വാളിപ്പിന് ഞാൻ സിനിമ ആ പാട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഭയങ്കര സ്ലോ ആണ്, പടം നല്ലതാണ്, പക്ഷെ പടം ഓടില്ല നേരത്തെ ഞാൻ പറഞ്ഞു. അതേപോലെയാണ് ഈ എമ്പുരാൻ ഇവർ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തത്. സിനിമ അവസാനം ആവറേജ് ഉണ്ടാവുള്ളൂ, അങ്ങനെയാണ് സംഭവിച്ചത്. എമ്പുരാന് റിവ്യൂ പറഞ്ഞപ്പോ ഒരുപാട് നെഗറ്റീവ്. എനിക്ക് തിയേറ്ററിൽ വെച്ച് ജെന്യൂൻ റിവ്യൂ പറയാൻ പറ്റില്ല. ജെന്യൂൻ റിവ്യൂ പറഞ്ഞാൽ അടിച്ച് നാശമായി കളി. ഒരുപാട് അങ്ങനെ ലുലു മാളിലായാലും തിയേറ്ററിലായാലും ആറാട്ടണ്ണനെ കയറി ആൾക്കാരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് സത്യസത്യമായ റിവ്യൂ പറഞ്ഞാൽ കുഴപ്പമിതാണ്. പണ്ട് പാർവതി തിരുവോത്തും പൃഥ്വിരാജിലെ ഒരുപാട് അനുഭവിച്ചാണ് സത്യം പറഞ്ഞ പേരില്ല. അപ്പൊ അവരും ഡിപ്ലോമാറ്റിക്കായി മാറുകയാണ്. സത്യസന്ധയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സത്യം എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടാവും, അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല.